But Minnie now understood the meaning of the word father-in-law, and she could not answer him as of old. She blushed at the question and she stood before him and she blushed at the question and stood before with her bride-like face bowed down. I remembered that day when the Kabuliwala. Hi, എന്താ ഇത്? ആളെ കണ്ടിട്ട് അറിയണില്ലല്ലോ. ചാകരക്കോള്. ഉത്തരാണ്. ലൈറ്റ് കളർ എടുത്താൽ മതി. എത്ര വട്ടാ ഞാൻ പറഞ്ഞിട്ടുള്ളത്? എനിക്ക് കടുത്ത നിറാണ് ഇഷ്ടം.
മറ്റേ ടേസ്റ്റ് പോവില്ലല്ലോ. നീ ഒരു കെട്ടിലമ്മ. പിന്നെയുണ്ടൊരു സൂത്രം. എന്താ അത്? ഹായ്, വാച്ചോ? ഞാൻ വിചാരിച്ചു കിട്ടിയ കാശ് മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ടാവുന്ന്. ഇനി അത് പോരല്ല. ഇനി ഉഴപ്പിലിറക്കാൻ പറ്റൂല. വോട്ട് വാങ്ങണം, കുടിവെക്കണം, പിന്നങ്ങനെ പലതും. കുറച്ച് കായ് ഞാൻ ബാങ്കിലിട്ട്. അപ്പോ നന്നാകാൻ തീരുമാനിച്ചിരിക്കയാണ്. അച്ഛാ, രഘു വാച്ച് വാങ്ങി. വാങ്ങിച്ചിട്ട് എന്തിനാണ്? സമയം അറിയണമെങ്കിൽ മേലാട്ട് നോക്കണം. വായന നിന്നപ്പോഴേ ഞാൻ വിചാരിച്ച് ഇപ്പം വന്ന് കാണുമെന്ന്. നീ പോയിരുന്ന് വായിക്കണേ. രാഘവൻ ഇരിക്കാൻ പോണേണാ? നിങ്ങയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. അവ ഇപ്പൊ ഒന്നിനും രണ്ടിലും പഠിക്കണ കൊച്ചു പെണ്ണൊന്നുമല്ല, കോളേജിലാണ്. ഒരു കുന്നാത്രം പഠിക്കാനുണ്ട്. പഴയ പോലെ ഇനി കളിച്ചു നടക്കാനൊന്നും അവക്ക് സമയമില്ല. എന്റെ പൊന്നുമകൻ വീട്ടിലാട്ടും. നീ വായിക്കടി. പറഞ്ഞാ പിടിക്കുകയല്ല. ഇപ്പോഴും കൊച്ചു കൊച്ചുങ്ങളാണെന്നാണല്ലോ ആ വിചാരം. കോഴിക്കോടും കൊച്ചിയിലും നല്ല സാധനം വേണമെങ്കിൽ ഇങ്ങോട്ട് മലയാളികൾ എന്റെ അടുത്ത് വന്ന് മീൻ വാങ്ങിക്കും. നീ ആയിരുന്നാ? മുഖത്താട്ടി ഞാൻ നോക്കിയില്ല കേട്ടാ. നിനക്ക് മീൻ വേണേടാ? എനിക്ക് മീനൊന്നും വേണ്ട. ഞാൻ വേറെ കാര്യം പറയാനാ വന്നത്. കുറച്ചു ദിവസം എത്രയാണ് വേണ്ടത്? എത്രയാണെന്നല്ലേ എന്താന്ന് വെച്ചാ കാര്യം പറയടാ. അതിത്തിരി രഹസ്യമാണ്. ആ രഹസ്യമാണെങ്കിൽ പിന്നെ പറയാടാ. മീമിക്കുന്ന ഇടയിലാണ് നിന്റെ രഹസ്യം പറഞ്ഞിട്ട്. സാറേ ഇങ്ങോട്ട് ഒന്ന് വാങ്ങിച്ചോണ്ട് പോണം സാർ. ആഹാ, മീൻ മേടിക്കാൻ വന്നല്ലേ? ചന്തം കാണാൻ വന്നേയിരിക്കും. ചന്തം നോക്കാനാണ് പിന്നെന്തിനാണോ ഒന്നും വായിക്കേണ്ട നിൽക്കുന്നത്? എന്താന്ന് വെച്ചാ പറയടാ. ഞാൻ പറയണെന്ന് കേൾക്കുന്നേ. ചേച്ചി, ഞാൻ ഇന്നാളാണ് ചന്ദ്രിയനെ കാണുന്നത്. ചന്ദ്രിയെ നീ നേരത്തെ കാണുന്നത് എന്റെ കുഴപ്പമാണ്. ചേച്ചി ഇതിലേ വാ. ചേച്ചി ഞാൻ അച്ഛനെ പറഞ്ഞു. അതെന്തിനാണ് ഇനിയിപ്പോ അച്ഛനും കാണണമെന്നുണ്ട്? ചേച്ചി ഇതിലേ വന്ന് വാങ്ങിക്കേണ്ട പോയി. അല്ല, പെണ്ണി ചോദിക്കാനാ. പെണ്ണി ചോദിക്കുന്ന മീൻ ചന്തയിലാണ്. നമ്മളെല്ലാം ചേച്ചി കൊച്ചിനെ അവരോട് ചോദിക്കും. എന്നിട്ട് സമ്മതമാണ് ഞാൻ അച്ഛനെ കൂട്ടി വരാം. നമ്മുടെ കൂട്ടത്തിൽ ഒരേ ഒരു കാര്യം മറക്കണ്ട. ഞാൻ എന്റെ രാഘവന്റെ അച്ഛനോടൊന്ന് ആലോചിക്കട്ടെ. ഞാനും പറയുന്നത് എന്നാ എന്റെ കച്ചവടം കൂടെ കഴിഞ്ഞിട്ട് പോവാനെ. പോയിട്ട് പിന്നെ വരി. അയിലാണ് പോയിട്ട് വരി. നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു സംബന്ധാലോചനയാണ്. വെക്കമ്മ തീർന്നു പോയി. പിന്നെ സങ്കടപ്പെട്ടാ കിട്ടുകയില്ല.
എന്നെ ബോധിക്കണില്ലേ നിങ്ങക്ക്? നെറികേട് കാണിക്കുകയല്ല, കൊച്ചുരാമൻ എന്റെ കൂടപ്പിറപ്പാണ്. അപ്പൊ ഞാനാരാണ്? എന്നാട് നിങ്ങക്ക് വെറുപ്പാണോ? അയ്യോ അല്ല ചന്ദ്രി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നുണയാണ് പറയണത്. എന്റെ മുത്തിനാളെ നേരാണ്, പെരുത്തിഷ്ടമാണ്. അത് പറയാനും കാണിക്കാനും അറിയാൻ മേല. വെറുക്കാൻ മേലാത്ത 3 കാര്യവും അച്ഛനുള്ളൂ. ഒന്നെന്റെ മുത്ത്, പിന്നെ ഈ കടല്, പിന്നെ നീ. മയക്കണ വർത്താനം പറയാനറിയാം. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാണല്ല. ചീത്തപ്പേര് കേൾപ്പിക്കാണ്ട് വേഗം പോ. ചങ്കൊന്നും എടുത്ത് കാണിക്കണ്ട എന്റെ പൊന്നെ. എനിക്കറിയാം മൊരപ്പത്തരം കാണിക്കുമ്പോഴും എന്നോട് ഇഷ്ടാണെന്ന്. അച്ഛന്റെ കാര്യം നിനക്കറിയാമല്ലോ. പിന്നെ ഇത്രയും പ്രായമുള്ള ഒരു മോളുള്ളപ്പോ ചെറുപ്പക്കാരെ പോലെ പ്രേമവും 2ാം കെട്ടും വലിയ നാണക്കേട് പോലെയാവൻ. അവന്റെ മകളെ നോക്കി വളർത്തിയത് ചന്ദ്രിയാണല്ല. രാധയ്ക്കാണെ അവളെ ജീവനുമാണ്. പിന്നെ പുള്ളാച്ചനോട് നേര് പറയാമല്ല. അവക്കിങ്ങനെ ഒരു ആശയുണ്ടെന്ന് നമ്മക്ക് നേരത്തെ അറിയായിരുന്നു. പെണ്ണിന് ഇഷ്ടമാണേ 2ാം കെട്ടാന്നാ, പ്രായ കൂടുതലാന്നാ നമ്മ പറഞ്ഞാ മനസ്സിലാവുക. ഇനിയിപ്പോ ഒരു കാര്യം നമ്മക്ക് പറയാനുള്ളൂ, വഴുകാതെ നടത്തണം, വെച്ച് നീട്ടരുത്. അവനും അത് തന്നെയാ പറയണത്. ശരി, ഞാനൊരു സത്യം പറയാം. അച്ചു ഇവിടെ ഉണ്ട്. എന്നെ ദല്ലാല് പണി ഏൽപ്പിച്ചിട്ട് അവനവിടെ ഒളിച്ചിരിക്കുക. എടാ അച്ചുവേ, ഒന്നും വന്നേ. പിന്നെ പറഞ്ഞ കാര്യം ഞാൻ ശരിപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അളിയിലും കൂടി തീരുമാനിക്കാം. ഇനി എന്താണ് തീരുമാനിക്കാൻ? അവക്കട കഴുത്തേലൊരു താലി കെട്ടി ഉള്ള നേരത്തെ വിളിച്ചും കൊണ്ട് പോടാ ചങ്ങാതി. അവക്കട മുറിയൊഴിഞ്ഞിട്ട് വേണം എന്റെ രാഘവൻ എറാത്ത കിടപ്പ് നിർത്തി പൊരക്കകത്തൊരു പായ വിരിക്കാൻ. അവന്റെ ഒരു ചിരി കണ്ട, അങ്ങനെ സൂത്രത്തിൽ ഒപ്പിക്കണ്ട. ഒരല ചോറ് തരണം ഞങ്ങൾക്ക്, അത് വിടാൻ പോണില്ല. എടാ എടാ, ഇങ്ങാട്ട് നോക്കടാ, ഇങ്ങാട്ട് നോക്കടാ. ഹലോ, ഇതെന്താണ് പണ്ടെങ്ങും ഇല്ലാത്ത പോലെ ഒരു കിടപ്പും ചിരിയും? ചിരിച്ച ആര് ചിരിച്ചു? നിനക്ക് തോന്നിയതായിരിക്കും. ഈയിടെ അച്ഛൻ നുണ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം അറിഞ്ഞ്. സത്യാണോ? എനിക്ക് ആ പുള്ളേത്തനെ കണ്ടൊരു കാര്യമാണ്. ഞാൻ ഇപ്പൊ വരാം. അച്ഛൻ നിക്ക്. അങ്ങനെ അങ്ങ് പോയാലോ? ചോദിക്കട്ടെ, അച്ഛൻ ഇച്ചേച്ചീനെ കല്യാണം കഴിക്കാൻ പോവാണോ? ആരാ? ഇച്ചേച്ചീനെ. ആര്? ഞാനാ? ആര് പറഞ്ഞു ഈ നോണ? ഇത് കൊള്ളാവല്ല. എന്റെ അച്ഛ, എന്തിനാ എന്നെ മറിക്കണേ? എത്ര നാള് മറിക്കും? ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. എനിക്ക് നല്ല ഇഷ്ടായി. ഇപ്പഴാ എനിക്ക് എന്റെ അച്ഛനോട് ഏറ്റവും ഇഷ്ടം തോന്നുന്നത്. അച്ഛാ, അച്ഛന്റെ കല്യാണത്തിന് ഉപ്പ് വിളമ്പണത് ആരാണെന്നറിയോ? ഈ മുത്ത്. സന്തോഷമായ? ഞങ്ങളെങ്ങാട്ടൊന്നും കണ്ടില്ലല്ലോ. ഇനി കല്യാണം കഴിഞ്ഞിട്ട് പോയാ മതിയെന്ന് ചാച്ചി പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലാട്ടും നോക്കി കിടക്കണുണ്ട്. ഞാൻ ചുമ്മാതെ ഓരോ മനോവിചാരം ഓർത്ത് കിടക്കുകയായിരുന്നു. മുത്തിനാട് വല്ലതും പറഞ്ഞ? കേട്ടത് ശരിയാണെന്ന് ചോദിച്ചു. പിന്നെ ഇത്രയും നാള് വെറുതെ വഴിവിച്ചെന്തിനാണെന്നും ചോദിച്ചു. ഞാൻ പറഞ്ഞ് അച്ഛനാട് നേരിട്ട് ചോദിക്കാൻ. അവക്കാണ് കേട്ടാ കൂടുതൽ സന്തോഷം.
എന്റെ മുത്തിനെ വിഷമിപ്പിക്കരുത് കേട്ടാ. എന്തോ ചാച്ചിയുടെ വിചാരം ഞാൻ തരം കിട്ടി അങ്ങോട്ട് ഓടി വരുമെന്നാണ്. ഞാൻ പോണ